വെച്ചുകെട്ടലുകളല്ല, തനത് സൗന്ദര്യമാണ് പ്രധാനം എന്ന് കുഞ്ഞോമനകളെ ബോധ്യപ്പെടുത്തുന്ന ഒരു കൊച്ചു കഥ. തുടങ്ങാം. ഈ അമ്മ ഇതെവിടെ പോയി? വേഗം വരാമെന്ന് പറഞ്ഞുപോയിട്ട് എത്ര നേരമായി? മരക്കൊമ്പിലെ കൂട്ടിൽ തനിച്ചിരുന്ന് കുഞ്ഞിക്കാക്കയ്ക്ക് മടുത്തു. കാക്കക്കൂട്ടിൽ അമ്മ കാക്കച്ചിയിട്ട 5 മുട്ടകളിൽ ഒന്നേ വിരിഞ്ഞുള്ളൂ. അതാണ് കുഞ്ഞിക്കാക്ക. കുഞ്ഞിക്കാക്കയെ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കി അമ്മ കാക്കച്ചി. കുഞ്ഞിക്കാക്കയുടെ വയറു വിശക്കാതിരിക്കാൻ ദൂരെ ദൂരെ തീറ്റ തേടിപ്പോയതാണ് അമ്മ കാക്കച്ചി. മടുപ്പ് അസഹ്യമായപ്പോൾ കുഞ്ഞിക്കാക്ക തന്റെ കുഞ്ഞിച്ചിറകു വിടർത്തി പറന്ന് നിലത്തിറങ്ങി. തൊട്ടടുത്തുള്ള തോട്ടിലെ വെള്ളത്തിൽ കുഞ്ഞിക്കാക്ക സ്വന്തം രൂപം കണ്ടു. തനിക്കത്ര ചന്തം പോരെന്ന് അവന് തോന്നി. പ്രാഞ്ചി കുറച്ചു ദൂരം ചെന്നതും എതിരെ വരുന്നു ഒരു കോഴിയമ്മ. സുന്ദരി കോഴിയമ്മേ, എന്റെ ചന്തം കൂട്ടാൻ നല്ലൊരു കോഴിത്തൂവൽ തരാമോ? കുഞ്ഞിക്കാക്ക ചോദിച്ചു. കുഞ്ഞിക്കാക്കയോട് സ്നേഹം തോന്നിയ കോഴിയമ്മ ഭംഗിയുള്ള ഒരു തൂവൽ പറിച്ചു കൊടുത്തു. അവനത് സ്വന്തം ദേഹത്ത് ഒട്ടിച്ചു വെച്ചു. പിന്നെ കണ്ണിൽ കണ്ടവരോടെല്ലാം ഓരോന്ന് ചോദിച്ചു വാങ്ങി കുഞ്ഞിക്കാക്ക. മയിലമ്മയോട് ചോദിച്ചു വാങ്ങിയത് കണ്ണുകളുള്ള വലിയ മയിൽപ്പീലിയാണ്. കുയിലമ്മ തൻ്റെ ഒരു കുഞ്ഞിത്തൂവൽ പൊഴിച്ചിട്ട് കൊടുത്തു. രാരിത്തത്തമ്മ ഭംഗിയുള്ള പച്ചത്തൂവലാണ് സമ്മാനിച്ചത്. അരയന്നം തൻ്റെ തൂവെള്ളത്തൂവൽ കൊടുക്കാൻ ഒട്ടും അമാന്തിച്ചില്ല. കുരുവിയമ്മയോട് ചോദിക്കേണ്ട താമസം കുഞ്ഞിക്കാക്കയ്ക്ക് നല്ലൊരു ചാരത്തൂവൽ കിട്ടി. പൊന്മാനും മൂങ്ങയും ഓരോ തൂവൽ കൊടുത്ത് കുഞ്ഞിക്കാക്കയെ സന്തോഷിപ്പിച്ചു. മുള്ളൻ പന്നി ദേഹമാകെ കുലുക്കി കൂർത്തു മൂർത്ത ഒരു മുള്ള് എറിഞ്ഞുകൊടുത്തു. പെൺകുഞ്ഞിനെ ഒക്കത്തെടുത്ത് ഒരമ്മയാണ് പിന്നെ വന്നത്. കുഞ്ഞിന്റെ കുഞ്ഞിക്കൈയിലെ പച്ചക്കുപ്പിവള ഊരി അമ്മ അവന് നൽകി. പല വലിപ്പവും നിറങ്ങളുമുള്ള തൂവലുകൾ അണിഞ്ഞ് കഴുത്തിൽ പച്ച കുപ്പിവളയിട്ട് വിഷമിച്ചു നടന്ന കുഞ്ഞിക്കാക്കയുടെ അടുത്തേക്ക് അമ്മ കാക്കച്ചി പറന്നെത്തി. ഇതെന്തൊരു കോലമാണ് പൊന്നെ എന്ന് അമ്മ കാക്കച്ചി ചിരിച്ചുകൊണ്ട് ചോദിച്ചു. പിന്നെ ആ തൂവലുകളും കുപ്പിവളയുമെല്ലാം കൊത്തിപ്പറച്ചു. അഴകുള്ള കുഞ്ഞിക്കാക്കയെ തന്നോട് ചേർത്തു നിർത്തി കുഞ്ഞിക്കൊക്കിലേക്ക് തീറ്റ പകർന്ന് അമ്മ കാക്കച്ചി പറഞ്ഞു, എന്ത് ഭംഗിയാണ് എൻ്റെ കാക്കത്തമ്പുരാട്ടിക്ക്. അത് കേട്ടപ്പോൾ ലോകത്തെ ഏറ്റവും സുന്ദരൻ താനാണെന്ന് കുഞ്ഞിക്കാക്കയ്ക്ക് തോന്നി. അവൻ അമ്മ കാക്കച്ചിയോട് കൂടുതൽ ചേർന്നു നിന്ന് കാ കാ എന്നു കരഞ്ഞു. കുട്ടികൾക്ക് ഏറെ പ്രിയങ്കരനായ ബാലസാഹിത്യകാരൻ ഡോക്ടർ കെ ശ്രീകുമാറാണ് ഈ കഥ എഴുതിയിരിക്കുന്നത്. നീലക്കുറിഞ്ഞി എന്ന 12 കഥകളടങ്ങുന്ന ഒരു സെറ്റിലെ പുസ്തകങ്ങളിൽ നിറയെ മനോഹരമായ ചിത്രങ്ങളുമുണ്ട്. ഇതിലെ വരകൾ പ്രശസ്തരായ ചിത്രകാരന്മാരുടേതാണ്. പൂർണ്ണ പബ്ലിക്കേഷൻ പ്രസിദ്ധീകരിച്ച ഈ പുസ്തകങ്ങൾ സ്വന്തമാക്കണമെങ്കിൽ പൂർണ്ണയുടെ ഔട്ട്ലെറ്റുകളിലും വെബ്സൈറ്റുകളിലും ലഭ്യമാണ്. കഥ ഇഷ്ടമായോ? ഇതുപോലെയുള്ള കഥകൾ കേൾക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.